മണ്ണാറശാല മനുഷ്യനും പ്രകൃതിയും നാഗത്താന്മാരും ഒത്തൊരുമയോടെ വസിക്കുന്ന കാവുകളാൽ ചുറ്റപ്പെട്ട അതിപുരാതനമായൊരു ക്ഷേത്രം. പണ്ട് ഇന്ദ്രപ്രസ്ഥം പണികഴിപ്പിക്കാനായി അർജുനൻ ഖാണ്ഡവവനം തീയിടുകയും ആ തീ കിഴക്കോട്ട് പടർന്ന് പരശുരാമൻ പണികഴിപ്പിച്ച ഈ ക്ഷേത്രത്തിനരികെ എത്തിയെന്നും ഇത് കണ്ട് അവിടുത്തെ സ്ത്രീജനങ്ങൾ സർപ്പങ്ങളെ രക്ഷിക്കാനായി അടുത്തുള്ള കുളത്തിൽ നിന്ന് വെള്ളമൊഴിച്ച് തീ കെടുത്തിയെന്നും മണ്ണിലെ ചൂട് ആറും വരെ അവർ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നുവെന്നുമാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഇവിടം മണ്ണാറിയ ശാലയെന്നും പിൽക്കാലത്ത് മണ്ണാറശാലയെന്നും പേര് വന്നത്രേ. അന്ന് പരിക്കേറ്റ നാഗങ്ങളെ പരിപാലിച്ച വസുദേവൻ ശ്രീദേവി ദമ്പതികളിൽ പ്രീതിപ്പെട്ട നാഗരാജാവ് കുട്ടികളില്ലാത്ത അവരെ അനുഗ്രഹിച്ചെന്നും അവർക്ക് ജനിച്ച ഇരട്ട കുട്ടികൾ ഒരു കുഞ്ഞ് ആൺകുട്ടിയും ഒരു കുഞ്ഞ് സർപ്പക്കുഞ്ഞുമായിരുന്നത്രേ. ആ കുഞ്ഞ് പെട്ടെന്ന് വളർന്നു അവതാരോദ്ദേശം കഴിഞ്ഞ് ഇല്ലത്തെ നിലവറയിൽ കുടികൊണ്ടുവെന്നുമാണ് പറയപ്പെടുന്നത്. തൻ്റെ അമ്മയ്ക്ക് മാത്രം എല്ലാ വർഷവും നിലവറയിൽ വന്ന് തന്നെ പൂജിക്കുവാനുള്ള അനുഗ്രഹവും കൊടുത്തത്രേ. അന്നു മുതൽ ഇല്ലത്തെ മൂത്ത അമ്മയാണ് ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങളെല്ലാം കഴിക്കുന്നത്. അങ്ങനെ സ്ത്രീകൾ പൂജാതി കർമ്മങ്ങൾ നിർവഹിക്കുന്ന ക്ഷേത്രമെന്ന ഖ്യാതിയും മണ്ണാറശാലയ്ക്കുണ്ട്. തുലാമാസത്തിലെ ആയില്യമാണ് മണ്ണാറശാലയിൽ കൊണ്ടാടുന്നത്.